ക്ഷാമത്തിൻ നാളുകൾ തീർത്തു തരും, കടഭാരങ്ങളെ മാറ്റിത്തരും. നിന്നയിൻ നാളുകൾ തീർത്തു തരും, യേശു മതിയായവൻ. ലൂക്കോസ് 7:48. യേശു അവളോട് നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, പാപിനിയായ ഒരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. അവളുടെ പാപങ്ങൾക്ക് യേശു ശിക്ഷ കൽപ്പിച്ചില്ല, മറിച്ച് നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുക. നമ്മുടെ പാപങ്ങളും നമ്മുടെ അയോഗ്യതകളും യേശു കർത്താവിന്റെ മുമ്പിൽ ഇപ്പോഴും വെളിപ്പെട്ടു കിടക്കുകയാണ്. എങ്കിലും അവിടുന്ന് നമ്മോടും ഇത് തന്നെയാ പറയുന്നത്, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. തെറ്റു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ അടുക്കൽ പോയി ക്ഷമ ചോദിക്കണം. കുറ്റബോധത്തിൽ ജീവിക്കേണ്ട കാര്യമില്ല. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുന്ന് പാപങ്ങളെ ക്ഷമിക്കുന്ന ദൈവമായിരിക്കയാൽ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവെ ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് പാപത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം തരണമേ അപ്പാ. കുറ്റബോധമില്ലാതെ ജീവിക്കാൻ കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.